ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജു പ്ലസ് അക്കാഡമി. ഇന്ന് നമ്മൾ സോഷ്യൽ സയൻസിൻ്റെ ചാപ്റ്റർ 10 കാലാവസ്ഥ അഥവാ ക്ലൈമറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ജോഗ്രഫി ഏരിയയിൽ വരുന്ന സെക്കൻഡ് ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യയിലെ കാലാവസ്ഥയെ കുറിച്ചിട്ടാണ്. ഇന്ത്യയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, അതുപോലെ ഈ ഒരു കാലാവസ്ഥ മാറ്റത്തിന് കാരണമാകുന്ന പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ, അതുപോലെ മൺസൂണ്, ശൈത്യകാലം, അതുപോലെ കാലാവസ്ഥയും ശീതോഷ്ണ സ്ഥിതിയും തമ്മിലുള്ള ഡിഫറൻസസ്, ശൈത്യകാലത്തിൻ്റെ പ്രത്യേകതകൾ, ഉഷ്ണകാലത്തിൻ്റെ ഓരോ സവിശേഷതകൾ, അതുപോലെ ആഗോളതാപനത്തിൻ്റെ വർധനവിൽ താപന നില വർധനവിൻ്റെ ഫലങ്ങൾ, അതെങ്ങനെയാണ് ഇന്ത്യയിൽ റിഫ്ലക്റ്റ് ആവുന്നത്, പിന്നെ ഓരോ ഋതുഭേദങ്ങൾ, അത് കാർഷിക മേഖലയെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുന്നത്, പിന്നെ ഒക്ടോബർ ഹീറ്റ്, അങ്ങനെ കുറച്ച് ടേംസ്, അതൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഒരു ഗ്ലോബിൻ്റെ പിക്ചറാണ് ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്ലോബിൻ്റെ പിക്ചർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഇന്ത്യയെ കണ്ടുപിടിക്കാൻ ഈസിയാണ്. ഇന്ത്യ കണ്ടോ, സെൻറ്ററിൽ തന്നെയാണ് ഇന്ത്യ ഉള്ളത്. ഈ ഒരു സെൻറ്റർ ഏരിയയിലാണ് ഇന്ത്യ ഉള്ളത്. ഏറ്റവും മധ്യഭാഗത്തായിട്ടാണ് നമുക്ക് ഇന്ത്യയെ കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ നമുക്ക് ഈ ഒരു മാപ്പിൽ ഗ്ലോബിനെ നോക്കുകയാണെങ്കിൽ, ഗ്ലോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലോബ് എന്ന് പറഞ്ഞാൽ ഒരു സാങ്കല്പികമായിട്ട് നമ്മളെ വേൾഡിനെ വരച്ച് വെച്ചിട്ടുള്ളതാണ് ഗ്ലോബ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്ലോബിൻ്റെ നടുക്ക് ഭാഗത്തായിട്ടാണ് നമുക്ക് ഇന്ത്യയെ കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഗ്ലോബ് കുറച്ച് ബേസിക് ആയിട്ട് നമുക്ക് ഈ ഒരു ഗ്ലോബിനെ പറ്റിയിട്ട് കുറച്ച് ഐഡിയ വരണം. അപ്പോൾ ഈ ഗ്ലോബിനെ ഇങ്ങനെ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ മുകളിലുള്ള ഭാഗത്തെ നമ്മൾ ഉത്തരായന രേഖ എന്നും, മുകളിലുള്ള ഭാഗത്തെ നമ്മൾ ഉത്തരായന രേഖ എന്നും, അതുപോലെ താഴ്ഭാഗത്തെ നമ്മൾ ദക്ഷിണായന രേഖ എന്നുമാണ് പറയുക. താഴ്ഭാഗത്തെ നമ്മൾ ദക്ഷിണായന രേഖ എന്നും പറയും. ഓക്കെ, നോർത്ത് പോളും സൗത്ത് പോളും. ഓക്കെ, ഇനി നമുക്ക് സൂര്യൻ ഏത് ഭാഗത്തായിട്ടാണ് നമ്മൾ കാണപ്പെടുക എന്ന് നോക്കുക. അപ്പോൾ എപ്പോഴും സൂര്യൻ നമ്മുടെ ഭൂമധ്യരേഖയുടെ നേർക്കായിട്ടാണ് കാണപ്പെടുക. ഓക്കെ, സൂര്യൻ എവിടെയാണ്? എപ്പോഴും ഭൂമധ്യരേഖയ്ക്ക് നേർക്കായിട്ടാണ് സൂര്യൻ കാണപ്പെടുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മളൊരു ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, ഇതിൽ നമുക്ക് ഇന്ത്യയുടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സൂര്യൻ എപ്പോഴും നമ്മൾ പറഞ്ഞു ഭൂമധ്യരേഖയുടെ നേർക്കായിട്ടാണ് സൂര്യൻ കാണപ്പെടുക എന്ന് പറയാം. അപ്പോൾ സൂര്യൻ എന്താണ്? സൂര്യന് ചുറ്റും എന്താണ്? ഭൂമി വലം വെച്ച് കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ സൂര്യന് ചുറ്റും ഭൂമി വലം വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്താണ്? സൂര്യനിൽ നിന്ന് അകലും തോറും നമുക്ക് എന്താണ്? നമുക്ക് ആ ഒരു ക്ലൈമറ്റിലും ചേഞ്ച് വരും. അപ്പോൾ സൂര്യനിൽ നിന്ന് അകലും തോറും നമുക്ക് ചൂട് കുറവായിരിക്കും. അതുപോലെ സൂര്യനിൽ അടുത്ത് നിൽക്കുമ്പോൾ എന്താണ്? ഭൂമധ്യരേഖയാണ് ഇത് കടന്നു പോകുന്നത് കേട്ടോ. അതുകൊണ്ടോ ഇന്ത്യയുടെ ഈ ഒരു ഭൂപടത്തിലൂടെ ഈ ഒരു മിഡിൽ ഭാഗത്തു കൂടിയാണ് ഈ ഒരു ഭൂമധ്യരേഖ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭൂമധ്യരേഖ നമ്മുടെ ഈ സൂര്യനെ ഈ ഒരു നേർക്ക്, ഈ ഒരു ഭൂമധ്യരേഖയുടെ നേരെ ആയിട്ടാണ് സൂര്യൻ ഉണ്ടാവുക. ഇങ്ങനെ നേർക്കാണ് സൂര്യൻ്റെ ആ ഒരു താപം നമ്മളിലോട്ട് കിട്ടുന്നത്, ഭൂമധ്യരേഖയ്ക്ക് നേർക്ക്. അപ്പോൾ എന്താണ്? നമുക്ക് എപ്പോഴും എന്താണ്? ചൂട് ആ ഒരു ഏരിയയിലൊക്കെ എന്താണ്? ചൂട് കൂടുതലായിരിക്കും. ഒരു മധ്യപ്രദേശ് അവിടേക്ക് എന്താണ്? ഗുജറാത്തിലൊക്കെ എന്താണ്? ഭയങ്കര ജാർഖണ്ഡ്, ത്രിപുര ഒരു ഭാഗങ്ങളിലൊക്കെ ഈ ഒരു സംസ്ഥാനങ്ങളിലൊക്കെ എന്താണ്? ചൂടിൻ്റെ കാഠിന്യം കൂടുതലാണ്. ഓക്കെ, അതെന്തുകൊണ്ടാണ്? സൂര്യൻ എപ്പോഴും ഭൂമധ്യരേഖയുടെ നേർക്ക് നിൽക്കുന്നത് കൊണ്ട് ആ ഒരു ഏരിയകളിലൊക്കെ ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ സൂര്യനിൽ നിന്ന് നമ്മൾ അടുക്കും തോറും ചൂട് കൂടുതലായിരിക്കും. അതുപോലെ സൂര്യനിൽ നിന്ന് അകലും തോറും, ഇപ്പോൾ നമുക്കിപ്പം നമ്മൾ കേരളത്തിലോട്ട്, അതുപോലെ ഈ ഒരു ഏരിയകളിലൊക്കെ എന്താണ്? കേരളം, കർണാടക, തമിഴ്നാട് ഈ ഒരു ഭാഗത്തൊക്കെ എന്താണ്? അത്ര നമുക്ക് ചൂട് കിട്ടുന്നില്ല. അത് എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ഭൂമധ്യരേഖയ്ക്ക് താഴ്ഭാഗത്തിലേക്കാണല്ലോ ഉള്ളത്. അപ്പോൾ നമുക്ക് അത്ര ഒരു ചൂട് എഫക്റ്റ് ആവുന്നില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്. അപ്പോൾ സൂര്യനിൽ നിന്ന് അടുക്കും തോറും ചൂട് കൂടുതലായിരിക്കും. അതുപോലെ ഭൂമധ്യരേഖ എന്താണ്? ഇന്ത്യ ക്രോസ് ആയിട്ട് പോകുന്നത് മുകൾ ഭാഗത്ത് ഉത്തരായന രേഖ എന്നും, നമ്മൾ താഴ്ഭാഗത്ത് എന്താ പറയുക? ദക്ഷിണായന രേഖ എന്ന് പറയാം. അപ്പോൾ ഭൂമധ്യരേഖയുടെ മുകൾ ഭാഗത്ത് ഉത്തരായന രേഖ എന്നും, ഭൂമധ്യരേഖയുടെ മുകൾ ഭാഗത്തെ നമ്മൾ ഉത്തരായന രേഖ എന്നും, അതുപോലെ തന്നെ ഭൂമധ്യരേഖയുടെ താഴ്ഭാഗത്തേക്ക് നമ്മൾ എന്താ പറയുക? ദക്ഷിണായന രേഖ എന്നുമാണ് പറയാം. ഓക്കെ,
അപ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ചൂട് കൂടുതലായിരിക്കുക? മണിപ്പൂർ, ത്രിപുര, മിസോറാം ഈ ഭാഗത്തൊക്കെ എന്താണ്, അതുപോലെ ഗുജറാത്ത്, ഇവിടെയൊക്കെ എന്താണ് ചൂടിൻ്റെ കാഠിന്യം കൂടുതലായിരിക്കും ഭൂമധ്യരേഖയുടെ അടുത്ത പ്രദേശങ്ങളായതുകൊണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇന്ത്യയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഘടകം എന്താണ്? സ്ഥാനമാണ്. അപ്പോൾ ആ ഒരു സ്ഥാനത്തിൻ്റെ ആ ഒരു ഇന്ത്യയുടെ നമ്മുടെ ഈ ഒരു കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് നമ്മുടെ ആ ഒരു സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ് ഈ പോയിന്റ്സിലും പറയുന്നത്. ഭൂമധ്യരേഖയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ ഉയർന്ന താപനിലയായിരിക്കും. എന്നാൽ ധ്രുവപ്രദേശങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഭൂമധ്യരേഖയ്ക്ക് താഴ്ഭാഗത്തേക്കുള്ള സ്ഥലങ്ങൾ, അവിടെയൊക്കെ എന്താണ് ചൂട് കുറവായിരിക്കും, അവിടെ താപനില കുറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ രാജ്യം ഉത്തരാർദ്ധഗോളത്തിൽ ഭൂമധ്യരേഖയോട് അടുത്ത് 8 ഡിഗ്രി 4 ഇഞ്ച് 23.5 ഡിഗ്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ ഭൂമധ്യരേഖയുടെ അടുത്ത് 8 ഡിഗ്രി 4 ഇഞ്ച് 23.5 ഡിഗ്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനോണ്ട് എന്താണ് ഇന്ത്യയുടെ ദക്ഷിണ ഭാഗത്ത് എന്താണ് ഉഷ്ണമേഖലാ കാലാവസ്ഥയും ഉണ്ട്. അതുപോലെ ഉത്തരഭാഗത്ത് മിതോഷ്ണ മേഖലാ പ്രദേശങ്ങളിലുമാണ് കാലാവസ്ഥ അനുഭവപ്പെടുന്നത് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ദക്ഷിണ ഭാഗത്ത് ഉഷ്ണമേഖലാ കാലാവസ്ഥയും ആയിരിക്കും, ഉത്തരഭാഗത്ത് മിതോഷ്ണ മേഖലാ കാലാവസ്ഥ. മിതോഷ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂടും തണുപ്പും ഒരുപോലെ അനുഭവപ്പെടുന്നതാണ് മിതോഷ്ണ കാലാവസ്ഥ എന്ന് പറയുന്നത്. ഈ ഒരു ഉത്തരായന രേഖയുടെ മുകളിലുള്ള പ്രദേശത്താണ് ചൂട് കാണുക. അതുപോലെ ചൂടും കാണും, തണുപ്പും കാണും. അതാണ് മിതോഷ്ണ കാലാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ചൂടുണ്ടാവാൻ കാരണം എന്താണ്? അപ്പോൾ അവിടെ സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് അടുത്തായി വരുന്നത് കൊണ്ടാണ് അവിടെ ചൂടുണ്ടാവുന്നത്. അതുകൊണ്ട് ആ ഒരു അടുത്ത സംസ്ഥാനങ്ങളിലൊക്കെ ചൂടായിരിക്കും അനുഭവപ്പെടുക. അപ്പോൾ തണുപ്പുണ്ടാവാൻ കാരണം എന്താണ്? അവിടെ ഹിമാലയങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തണുപ്പുണ്ടാവും. അപ്പോൾ ഇന്ത്യയുടെ ഉത്തരഭാഗത്ത് ഈ ലഡാക്ക്, കാശ്മീർ, അതുപോലെ ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് ഇവിടെയൊക്കെ എന്താണ് ചൂടും ഉണ്ടാവും, തണുപ്പും ഉണ്ടാവും. ഓക്കെ, അതാണ് ഒരു മിതോഷ്ണ കാലാവസ്ഥയാണ് ഉണ്ടാവുക. ഇനി സമുദ്രത്തിൽ നിന്നുള്ള ദൂരം എന്ന് പറയുമ്പോൾ ദക്ഷിണേന്ത്യയുടെ ഏതാണ്ട് പകുതി ഭാഗം 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ടു കിടക്കുന്നു. അപ്പോൾ സമുദ്രജലത്തിൻ്റെ സ്വാധീനത്താൽ എന്താണ് ദക്ഷിണേന്ത്യയിൽ വേനൽക്കാലത്ത് ഉയർന്ന താപനിലയോ അല്ലെങ്കിൽ മഞ്ഞുകാലങ്ങളിൽ അതിശൈത്യമോ അനുഭവപ്പെടുന്നില്ല. അപ്പോൾ ഉദാഹരണത്തിന് ഉത്തരേന്ത്യൻ കടലിൽ നിന്ന് അകലെ സ്ഥിതി ചെയ്യുന്നതിനാൽ കടുത്ത കാലാവസ്ഥയും ദക്ഷിണേന്ത്യ കടലിൻ്റെ സമീപത്തായതിനാൽ മൃദുവായ കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുക എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മാപ്പിൽ നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ദക്ഷിണേന്ത്യയിൽ എന്താണ് 3 വശവും സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ടതാണ്. അപ്പോൾ നമുക്കിതാ ഇവിടെ ബേ ഓഫ് ബംഗാൾ ഉണ്ട്, അതുപോലെ തന്നെ അറേബ്യൻ സീ ഉണ്ട്, ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഏരിയ മൊത്തം എന്താണ് സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ടുകൊണ്ട് കിടക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് നമ്മുടെ കാലാവസ്ഥയിലും ആ ഒരു വ്യതിയാനം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു 3 ഇന്ത്യൻ മഹാസമുദ്രം, അതുപോലെ തന്നെ അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ, ഈ ഒരു 3 സമുദ്രങ്ങളാലും ദക്ഷിണേന്ത്യയെ ചുറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്താണ് അവിടെ നമുക്ക് എന്താണ് സമുദ്രജലത്തിൻ്റെ സ്വാധീനത്തിൽ ദക്ഷിണേന്ത്യയിൽ എന്താണ് വേനൽക്കാലത്ത് ഉയർന്ന താപനിലയോ മഞ്ഞുകാലങ്ങളിൽ അതിശൈത്യമോ അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അത് ഉദാഹരണത്തിന് ഉത്തരേന്ത്യൻ കടലിൽ നിന്ന് അകലെ സ്ഥിതി ചെയ്യുന്നതിനാൽ കടുത്ത കാലാവസ്ഥയും ദക്ഷിണേന്ത്യൻ കടലിൻ്റെ സമീപത്തായതിനാൽ മൃദുവായ കാലാവസ്ഥയും അനുഭവപ്പെടുകയാണ് ചെയ്യുക. അതാണ് ഈ ഒരു സമുദ്രത്തിൽ നിന്നുള്ള ദൂരം ഈ ഒരു കാലാവസ്ഥയെ പ്രതിപാദിക്കുന്ന ഒരു ഘടകമാണ്. നെക്സ്റ്റ്, ഉയരം അഥവാ പൊക്കം. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരമാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഉയരം കൂടുന്തോറും എന്താണ് താപനിലയിലും വ്യതിയാനം ഉണ്ടാകുന്നു. നെക്സ്റ്റ് ഒരു ഘടകം മലനിരകളാണ്. മലനിരകൾ എന്ന് പറയുമ്പോൾ എന്താണ് ഇന്ത്യയുടെ ഉത്തരഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ പർവ്വതനിരകളുടെ അതിൻ്റെ ശരാശരി ഉയരം എത്രയാണ്? 6000 മീറ്ററാണ് ഹിമാലയൻ പർവ്വതനിരകളുടെ ഉയരം. അപ്പോൾ അത് മധ്യേഷ്യയിൽ നിന്നുള്ള ശീതക്കാറ്റിൽ നിന്നും ഈ പർവ്വതനിരകൾ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് തെക്ക് പടിഞ്ഞാറൻ മഴമേഘങ്ങളെയൊക്കെ തടഞ്ഞു നിർത്തുന്ന ആരാണ്? ഈ ഒരു പർവ്വതനിരകളാണ്, ഹിമാലയൻ പർവ്വതനിരകൾ. ഇതൊക്കെ എന്താണ് ഇന്ത്യയിലെ മഴ ലഭിക്കുന്നതിനൊക്കെ ഈ ഒരു ഹിമാലയൻ പർവ്വതനിരകൾ കാരണമാകുന്നുണ്ട്.
അപ്പോൾ അതുപോലെ എന്താണ് പശ്ചിമഘട്ട മലനിരകൾ, മഴമേഘങ്ങൾ ഇതിനെയൊക്കെ തടഞ്ഞു നിർത്തി താഴ്വരകളിൽ നിന്നൊക്കെ എന്താണ് കനത്ത മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നു. അതാണ് ഈ ഒരു കാലാവസ്ഥ. മലനിരകളിൽ നിന്ന് നമുക്ക് ആ ഒരു കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. മഴകളൊക്കെ കൂടുതലായി ലഭിക്കുന്നത് ഈ ഒരു മലനിരകളുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇനി ഉപരിതല കാറ്റിൻ്റെ ദിശ. ഉപരിതല കാറ്റിൻ്റെ ദിശ എന്ന് പറയുന്നത് വായുപ്രവാഹങ്ങൾ മുഖ്യമായത് മൺസൂൺ കാറ്റ്, കരയിലെയും കടലിലെയും വായുപ്രവാഹങ്ങൾ, പ്രാദേശിക വായുപ്രവാഹങ്ങൾ എന്നിവകളാണ്. എന്തൊക്കെയാണ് ഉപരിതല കാറ്റിൻ്റെ ദിശ എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന കാറ്റുകൾ എന്ന് പറഞ്ഞാൽ മൺസൂൺ കാറ്റ്, അതുപോലെ കരയിലെയും കടലിലെയും വായുപ്രവാഹങ്ങൾ, പ്രാദേശിക വായുപ്രവാഹങ്ങൾ എന്നിവകളാണ്. അപ്പോൾ മഞ്ഞുകാലങ്ങളിൽ എന്താണ് കാറ്റ് കരയിൽ നിന്നും കടലിലേക്ക് പ്രവേശിക്കുന്നതിനാൽ അവ വരണ്ടതും തണുത്തതുമായിരിക്കും. അപ്പോൾ ഈ ഒരു മഞ്ഞുകാലങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കരയിൽ നിന്നും കടലിലേക്കാണ് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ പ്രത്യേകത എന്താണ്? അത് വരണ്ടതും അതുപോലെ തണുത്തതും ആയിരിക്കും. ഇപ്പോൾ വേനൽക്കാലങ്ങളിൽ എങ്ങനെയാണ് വായുപ്രവാഹം? ആ ഒരു കാറ്റിൻ്റെ ദിശ എന്ന് പറഞ്ഞാൽ കടലിൽ നിന്നും കരയിലോട്ടുണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഈർപ്പം കൂടുതലുള്ളതിനാലും അതുപോലെ അത് മിക്ക ഭാഗങ്ങളിലും എന്താണ് വ്യാപകമായ തോതിൽ മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നു. എന്തുകൊണ്ടാണ്? അത് കടലിൽ നിന്നും കരയിലോട്ടാണ് പ്രവാഹം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഈർപ്പം നിറഞ്ഞൊരു കാറ്റായിരിക്കും. അതെന്താണ് നമ്മുടെ ഈ ഒരു പ്രദേശങ്ങളിലോട്ട് മഴ ലഭിക്കുന്നതും വൻതോതിൽ വ്യാപകമായ മഴ ലഭിക്കുന്നതിനും ഈ ഒരു കാരണമാകുന്നുണ്ട്. അതാണ് ഈ ഒരു ഉപരിതല കാറ്റിൻ്റെ ദിശയുടെ വ്യത്യാസത്താൽ നമ്മുടെ ഈ ഒരു കാലാവസ്ഥയെ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഒക്കെ ബാധിക്കാറുണ്ട്. നെക്സ്റ്റ് ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഉയർന്ന വായുമർദ്ദം. ഉയർന്ന വായുമർദ്ദം എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 12,000 മീറ്റർ ഉയരത്തിൽ വളരെ ഇടുങ്ങിയ മേഖലകളിലൂടെ അതിശീഘ്രം പായുന്ന വായുപ്രവാഹങ്ങളാണ് ജെറ്റ് സ്ട്രീമുകൾ. ഇപ്പോൾ ജെറ്റ് സ്ട്രീം എന്താണെന്ന് നോക്കാനുണ്ട്. എന്താണ് ജെറ്റ് സ്ട്രീം എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 12,000 മീറ്റർ ഉയരത്തിൽ വളരെ ഇടുങ്ങിയ മേഖലകളിലൂടെ അതിശീഘ്രം പെട്ടെന്നുണ്ടാവുന്ന വായുപ്രവാഹങ്ങളെയാണ് നമ്മൾ ജെറ്റ് സ്ട്രീം എന്ന് പറയുന്നത്. ഭയങ്കര സ്പീഡായിട്ട് പോകുന്ന ഒരു സംഭവമാണ് ജെറ്റ് സ്ട്രീം. അപ്പോൾ അതെന്താണ്? അത് ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരു തരം കാര്യമാണ് ജെറ്റ് സ്ട്രീം. അപ്പോൾ അത് എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയുടെ കറക്കം, അതുപോലെ തന്നെ സൂര്യപ്രകാശം ഇതെല്ലാം കൊണ്ടും രൂപപ്പെടുന്ന ഒന്നാണ് ഈ ജെറ്റ് സ്ട്രീം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എന്താണ് ഇന്ത്യയിൽ ധാരാളം മഴ ലഭിക്കുന്നതിന് ഈ ഒരു ജെറ്റ് സ്ട്രീം കാരണമാകാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ജെറ്റ് സ്ട്രീമിൻ്റെ ആ ഒരു കാര്യം. ഈ പ്രക്ഷുബ്ധ കാറ്റുകൾ എന്താണ് മെഡിറ്ററേനിയൻ കടലിനടുത്ത് ഉദ്ഭവിച്ചിട്ട് കിഴക്കോട്ട് നീങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മാർഗമധ്യേ പേർഷ്യൻ ഉൾക്കടലിൽ നിന്നും ഈർപ്പം വലിച്ചെടുത്തിട്ട് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മഴ പെയ്യ്ക്കുകയാണ് ഈ ഒരു ജെറ്റ് സ്ട്രീമിൻ്റെ പ്രധാനമായിട്ടുള്ള ചെയ്യുന്ന കാര്യം. ഈ ഒരു ജെറ്റ് സ്ട്രീമുകൾ എന്താണ് വേനൽക്കാലത്ത് വടക്കോട്ട് നീങ്ങി മധ്യേഷ്യയിൽ വീശും. ഇത് കാലവർഷത്തിൻ്റെ തുടക്കത്തിന് കാരണമാകുന്നുണ്ട്. ഈ ഒരു ജെറ്റ് സ്ട്രീം അത് വടക്കോട്ട് നീങ്ങിയിട്ട് മധ്യേഷ്യയിൽ വീശുന്നതോടെയാണ് നമുക്ക് കാലവർഷത്തിൻ്റെ തുടക്കമാവുന്നത്. ഓക്കെ, അതും ഒരു ഘടകമാണ്. ഇനി നമുക്ക് കാലാവസ്ഥയും ശീതോഷ്ണ സ്ഥിതിയും എന്താണെന്ന് നോക്കാം. കാലാവസ്ഥയും ശീതോഷ്ണ സ്ഥിതിയും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാക്കുക. ഒരു രാജ്യത്തിലോ ഒരു വലിയ ഭൂപ്രദേശത്തോ അനുഭവപ്പെടുന്നതാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു രാജ്യത്തിലോ അല്ലെങ്കിൽ ഒരു വലിയൊരു ഭൂപ്രദേശത്തോ അനുഭവപ്പെടുന്നതാണ് കാലാവസ്ഥ. അപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിൽ മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. എന്നാൽ ശീതോഷ്ണ സ്ഥിതി ഒരു ചെറിയ പ്രദേശത്ത് നിങ്ങളുടെ നഗരത്തിലോ ഗ്രാമത്തിലോ മാത്രമായി അനുഭവപ്പെടാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫറൻസ് നോക്കുക. കാലാവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ഒന്നുകിൽ ഒരു വലിയൊരു ഭൂപ്രദേശത്ത്, ഒരു മൊത്തത്തിലുള്ളൊരു രാജ്യത്ത്, അതിനൊക്കെ പൊതുവെ ജനറലായിട്ട് അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ശീതോഷ്ണ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ഭാഗങ്ങളിൽ മാത്രം ഉണ്ടാവുന്ന ആ ഒരു പ്രദേശത്ത് ഉണ്ടാവുന്ന ആ ഒരു കാലാവസ്ഥയിൽ വരുന്ന ചെറിയ വ്യതിയാനത്തെയാണ് നമ്മൾ ശീതോഷ്ണ സ്ഥിതി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ തുടർച്ചയായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നതുമാണ്. ഇപ്പോൾ ഉദാഹരണം, രാവിലെ മഴയാണെങ്കിൽ ഉച്ചയ്ക്ക് വെയിൽ അനുഭവപ്പെട്ടേക്കാം. ഇപ്പോൾ ഒരു സ്ഥലത്ത് നമ്മുടെ ഒരു മൊത്തം ഏരിയ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കുറച്ച് ഭാഗത്ത് മഴ പെയ്യായിരിക്കും, പക്ഷെ മറുഭാഗത്ത് എന്തായാലും വെയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ശീതോഷ്ണ സ്ഥിതി എന്ന് പറയാം. അതൊരു ചെറിയൊരു നഗരത്തിലോ ഗ്രാമത്തിലോ മാത്രമായി അനുഭവപ്പെടുന്ന അത്തരം ഒരു മാറിക്കൊണ്ടിരിക്കുന്നൊരു കാര്യത്തെയാണ് നമ്മൾ ശീതോഷ്ണ സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വലിയ പ്രദേശത്ത് വളരെ കാലം ഏതാണ്ട് 30 വർഷക്കാലത്തിൽ കൂടുതൽ അനുഭവപ്പെടുന്ന ശീതോഷ്ണ അവസ്ഥയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പോൾ ഈ ഒരു ശീതോഷ്ണ സ്ഥിതി എന്താണ്, ഒരു വലിയൊരു ഭൂപ്രദേശത്ത് കുറേ വർഷങ്ങളായിട്ട് ഏതാണ്ട് 30 വർഷക്കാലത്തിൽ കൂടുതൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശീതോഷ്ണ അവസ്ഥയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ ശീതോഷ്ണ സ്ഥിതി എന്നാൽ എന്താണ്, ഒരു നിശ്ചിത കാലയളവിൽ മാത്രം അനുഭവപ്പെടുന്നതിനെയാണ് ശീതോഷ്ണ സ്ഥിതി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ആ ഒരു കാലാവസ്ഥയും ശീതോഷ്ണ സ്ഥിതിയും തമ്മിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നോക്കാനുള്ളത് കാറ്റും ദിശകളും. കാറ്റും അതിൻ്റെ ദിശകളും കാലാവസ്ഥാ മാറ്റത്തിന് കാരണമാകുന്നത് എപ്രകാരമാണെന്ന് നോക്കാം. അപ്പോൾ കാറ്റ് എന്ന് പറയുന്നത് എന്താണ്, വായുപ്രവാഹങ്ങൾ മുഖ്യമായും ഏതൊക്കെയാണ്, മൺസൂൺ കാറ്റ്, കരയിലെയും കടലിലെയും വായുപ്രവാഹങ്ങൾ, പ്രാദേശിക വായുപ്രവാഹങ്ങൾ എന്നിവയാണ്. ഓക്കെ. അപ്പം മഞ്ഞുകാലങ്ങളിൽ കാറ്റ് കരയിൽ നിന്നും കടലിലേക്കാണ് പ്രവഹിക്കുന്നതിനാൽ അവ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വരണ്ടതും തണുത്തതുമായിരിക്കും. അത് എവിടെ നിന്നാണ്, കരയിൽ നിന്നും കടലിലേക്കാണ് വീശുന്നത്, അതുകൊണ്ടാണ് അത് വരണ്ടതും തണുത്തതും ആവുന്നത്. എന്നാൽ വേനൽക്കാലങ്ങളിൽ എന്താണ്, വായുപ്രവാഹം കടലിൽ നിന്നും കരയിലേക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവയ്ക്കാണ് ഈർപ്പം കൂടുതലുള്ളത്. അപ്പോൾ അത് മിക്ക ഭാഗങ്ങളിലും എന്താണ്, വ്യാപകമായ തോതിൽ മഴ ലഭിക്കുന്നതിനും കാരണമാകുന്നു. അതാണ് ഈ ഒരു കാറ്റിൻ്റെ ആ ഒരു കാലാവസ്ഥാ മാറ്റത്തിന് കാരണമാവുന്നത്. കടൽക്കാറ്റും കരക്കാറ്റും ഉണ്ട്. അപ്പം കരയിൽ നിന്ന് കടലിലേക്ക് അടിക്കുന്ന കാറ്റ് മഞ്ഞുകാലങ്ങളിൽ അതെന്താണ്, വരണ്ടതും തണുത്തതും ആയിരിക്കും. അതെന്താണ്, നമുക്ക് മഴ പെയ്യ്ക്കാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ വേനൽക്കാലത്ത് മഴ പെയ്ക്കുന്നത് കടലിൽ നിന്നും കരയിലോട്ട് വീശുന്ന കാറ്റാണ് ഈർപ്പം കൂടുതലുള്ളതിനാൽ മഴ ലഭിക്കുന്നത്. ഓക്കെ, ഇനി മൺസൂൺ എന്താണെന്ന് നോക്കാം. മൺസൂൺ എന്നാൽ എന്ത്, വാണിജ്യവാദം അഥവാ ട്രേഡ് വിൻഡ് എന്നറിയപ്പെടുന്ന പ്രതിഭാസം എതിർ ദിശയിലേക്ക് മാറി വീശുന്നത് എന്തുകൊണ്ട്. ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്, എന്താണ് കാരണം എന്ന് നോക്കാം. വടക്ക് മധ്യ ഇന്ത്യയുടെ സമതല പ്രദേശങ്ങളിലും ഇന്ത്യൻ സമുദ്രത്തിലും താപനിലയിൽ വ്യത്യാസം ഉണ്ടാവുകയും തൽഫലമായി മർദ്ദമേഖലകൾ രൂപപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു വ്യതിയാനം മൂലം എന്താണ്, സമുദ്ര മേഖലയിൽ ഉയർന്ന മർദ്ദം അനുഭവപ്പെടുന്ന പ്രദേശത്തു നിന്നും ഉത്തരേന്ത്യയിലെ ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്ക് വായു നീങ്ങുന്നു. അപ്പം അങ്ങനെ ജൂൺ മാസം മധ്യമാകുന്നതോടെ വായുപ്രവാഹം ഉണ്ടാകുന്നത് ഇന്ത്യ മഹാസമുദ്രത്തിലെ ഭൂമധ്യരേഖയിൽ നിന്നും ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലേക്കാകും. അപ്പോൾ സാധാരണയായി ഈ പ്രവാഹം തെക്കു പടിഞ്ഞാറ് നിന്നും വടക്ക് കിഴക്കോട്ടായിരിക്കും. ഇതിൻ്റെ വിപരീത ദിശയിലേക്കുണ്ടാകുന്ന ഉഷ്ണക്കാറ്റ് ശൈത്യകാലത്തായിരിക്കും. ഇപ്രകാരം വിപരീത ദിശയിലേക്കുള്ള കാറ്റിൻ്റെ ഗതി വടക്ക് കിഴക്ക് മുതൽ തെക്കു പടിഞ്ഞാറ് വരെ ഉണ്ടാകുന്നതാണ് മൺസൂൺ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആ ഒരു വിപരീത ദിശയിൽ ഉണ്ടാകുന്ന ഉഷ്ണക്കാറ്റ് ശൈത്യകാലത്തായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു വിപരീത ദിശയിലുള്ള കാറ്റിൻ്റെ ഗതി വടക്ക് കിഴക്ക് മുതൽ തെക്ക് പടിഞ്ഞാറോട്ട് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ മൺസൂൺ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ മധ്യ ഇന്ത്യയുടെ സമതല പ്രദേശങ്ങളിലും അതുപോലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഒക്കെ എന്താണ്, താപനിലയിൽ വ്യത്യാസം ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് ഈ ഒരു മർദ്ദമേഖലകളൊക്കെ രൂപപ്പെടും. അപ്പോൾ ഈ ഒരു വ്യതിയാനം, ഈ ഒരു ചേഞ്ച് മൂലം എന്താണ്, സമുദ്രത്തിൽ ഉയർന്ന മർദ്ദം അനുഭവപ്പെടുകയും അത് പ്രദേശത്തിലുള്ള ഉത്തരേന്ത്യയിലൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ വരുന്ന ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്ക് ഇത് വായു പ്രവഹിക്കുന്നതിലൂടെ, അപ്പോൾ ആ ഒരു കാലയളവ് എന്ന് പറഞ്ഞാൽ ജൂൺ മാസം മധ്യമാവുന്നതോടെയാണ് ഈ ഒരു വായുപ്രവാഹമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഭൂമധ്യരേഖയിൽ നിന്നും ഇത് ഉപഭൂഖണ്ഡത്തിലേക്കാണ് മാറുന്നത്. അപ്പോൾ ഈ ഒരു സാധാരണയായിട്ട് ഈ ഒരു പ്രവാഹത്തെയാണ് തെക്ക് പടിഞ്ഞാറ് നിന്നും വടക്ക് കിഴക്കോട്ടായിരിക്കും അതിൻ്റെ ആ ഒരു കാറ്റിൻ്റെ ആ ഒരു ദിശ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വിപരീത ദിശയിലേക്ക് ഉണ്ടാകുന്ന ഉഷ്ണക്കാറ്റാണ് ശൈത്യകാലത്താണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിപരീത ദിശയിലുള്ള കാറ്റിൻ്റെ ഗതിയാണ് നമ്മൾ വടക്ക് കിഴക്ക് മുതൽ തെക്ക് പടിഞ്ഞാറ് വരെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു ഇതിനെയാണ് നമ്മൾ മൺസൂൺ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ശൈത്യകാലം എന്താണെന്ന് നോക്കാം. ശൈത്യകാലത്തിൻ്റെ ഏതെങ്കിലും 4 പ്രത്യേകതകൾ എഴുതുക. അപ്പോൾ ശൈത്യകാലം എന്ന് പറയുന്നത് എന്താണ്, ശൈത്യകാലത്തിൻ്റെ ദൈർഘ്യം എപ്പോഴാണ്, ഡിസംബർ മുതൽ ഫെബ്രുവരിയാണ് നമ്മൾ ആ ഒരു ശൈത്യകാലം എന്ന് പറയുന്ന ആ ഒരു പീരീഡ് വരുന്നത്, ഡിസംബർ ടു ഫെബ്രുവരി. അപ്പോൾ ഇന്ത്യയുടെ തെക്ക് ഭാഗം മുതൽ വടക്ക് ഭാഗം വരെയുള്ള പ്രദേശത്ത് എന്താണ്, താപനില കുറഞ്ഞു വരും. ഓക്കെ. നല്ല തണുപ്പ് അനുഭവപ്പെടുന്ന ആ ഒരു കാലഘട്ടമാണ് നമുക്ക് ഏതാ ടൈമെന്ന് നോക്കുക, ഡിസംബർ ടു ഫെബ്രുവരി. ആ ഒരു ടൈമിൽ എന്താണ്, നമ്മുടെ തെക്ക് ഭാഗത്ത് നിന്നും നോർത്തിലോട്ട് പോകുന്നതോറും എന്താണ്, വടക്ക് ഭാഗത്തേക്ക് പോകുന്നതോറും എന്താണ്, താപനില വളരെ കുറഞ്ഞു വരും. അപ്പോൾ ഈ ഒരു താപനില എന്താണ്, ഉത്തരേന്ത്യയിൽ 120 മുതൽ 150 സെൽഷ്യസും ദക്ഷിണേന്ത്യയിൽ 250 സെൽഷ്യസും ആകാറുണ്ട്. അപ്പോൾ ഈ ഒരു ഋതുഭേദത്തിൽ വടക്കേ ഇന്ത്യയിലും വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലും എന്താണ്, ഹിമപാതം സാധാരണമാണ്. ശൈത്യകാലത്ത് എന്താണ്, വടക്ക് പടിഞ്ഞാറൻ വാണിജ്യവാദം ഇന്ത്യയിൽ ഉണ്ടാകാറുണ്ട്.
അതെന്താണ് വടക്ക് പടിഞ്ഞാറൻ വാണിജ്യപഥം എന്ന് പറഞ്ഞാൽ കരയിൽ നിന്നും കടലിലേക്ക് വീശുന്നതിനാൽ എന്താണ് കാലാവസ്ഥ വരണ്ടതായിരിക്കും. ഓക്കെ, അപ്പോൾ ഡിസംബർ ടു ഫെബ്രുവരിയാണ് ശൈത്യകാലത്തിൻ്റെ ആ ഒരു പീരീഡ് എന്ന് പറയുന്നത്. ഇനി ഉഷ്ണകാലം എന്താണെന്ന് നോക്കാം. ഉഷ്ണകാലത്തിൻ്റെ സവിശേഷതകൾ വിശദമാക്കുക. ഫെബ്രുവരി മാസത്തിൻ്റെ അവസാനത്തോടു കൂടിയാണ് നമ്മുടെ താപനില ചൂട് കൂടാൻ തുടങ്ങുന്ന ഒരു പീരീഡ് എന്ന് പറയുന്നത്, ഫെബ്രുവരി ലാസ്റ്റ് ആകുമ്പോൾ. അതുകൊണ്ട് എന്താണ് മാർച്ച് മാസം മുതൽ മെയ് മാസം വരെ എന്താണ് വേനൽക്കാലമാണെന്ന് പറയാം, ഉഷ്ണകാലം അഥവാ വേനൽക്കാലം എന്ന് പറയാം. അത് സമതല പ്രദേശങ്ങളിലും ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തും എന്താണ് ഉപമഹാദ്വീപിൻ്റെ മധ്യഭാഗത്തും ഉയർന്ന താപം അനുഭവപ്പെടും. വടക്കൻ സമതല പ്രദേശങ്ങളിൽ തന്മൂലം ദൈർഘ്യമേറിയ ന്യൂനമർദ്ദം ഉണ്ടാകുന്നു. അപ്പോൾ ഈ പ്രതിഭാസത്തെ കാലവർഷത്തോണി അതുപോലെ മൺസൂണൽ ട്രഫ് എന്നറിയപ്പെടുന്നു. വേനൽക്കാലത്ത് അതിതീക്ഷ്ണമായ വരണ്ട കാറ്റാണ് ഉണ്ടാവുക. അത് ഉത്തരേന്ത്യയും സമതല പ്രദേശങ്ങളിൽ വീശുന്ന ഒരു കാറ്റാണ്. ഇവയെ എന്താണ് പ്രാദേശികമായി ലൂ എന്നറിയപ്പെടും. ലൂ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലൊക്കെ വരാറുണ്ട്. ലൂ എന്ന് പറഞ്ഞാൽ അത് വേനൽക്കാലത്ത് അതിതീക്ഷ്ണമായ വരണ്ട കാറ്റിനെയാണ് നമ്മൾ ലൂ എന്ന് പറയുന്നത്. അഥവാ ഈ ഒരു ഉഷ്ണക്കാറ്റ് എന്ന് വിളിക്കും, ലൂ അഥവാ ഉഷ്ണക്കാറ്റ്. ഈ ഒരു ചൂട് കാറ്റ് എന്താണ് ചില അവസരങ്ങളിൽ സൂര്യാഘാതങ്ങൾക്ക് വരെ കാരണമാകാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ ശക്തമായ കാറ്റും ഇടിമിന്നലോട് കൂടിയ വർഷപാതവും തുടർന്ന് കൊടുങ്കാറ്റും ഉണ്ടാവാം. ഈ ഒരു ലൂ സംഭവിച്ചതിന് ശേഷം അതൊരു കൊടുങ്കാറ്റായി മാറുകയോ അതുപോലെ എന്താണ് മഴ സംഭവിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ പശ്ചിമ ബംഗാളിൽ ഈ ഒരു കൊടുങ്കാറ്റിനെ കാൽ വൈശാഖി എന്ന് പറയും. വൈശാഖി മാസത്തെ ആപത്ത് എന്നാണ് ഈ ഒരു കാൽ വൈശാഖിനെ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ആഗോളതാപനമാണ്. ആഗോളതാപന നിലവർദ്ധനവിൻ്റെ ഫലങ്ങൾ ഇന്ത്യയിൽ എപ്രകാരമാണെന്ന് വിശദമാക്കുക. ഈ ഒരു താപനില വർധനവിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. അപ്പോൾ ഇന്ത്യയിൽ എന്താണ് 4 വ്യക്തമായ ഋതുഭേദങ്ങൾ കൊണ്ട് തന്നെ ഇന്ത്യ ധന്യമാണെന്ന് പറയാം. അവ വേനൽക്കാലം, ശൈത്യകാലം, ശിശിരകാലം, മൺസൂൺ കാലം എന്നിവയാണ്. ഈ ഒരു 4 ഋതുഭേദങ്ങൾ ഏതൊക്കെയാണ്? വേനൽക്കാലം, ശൈത്യകാലം, ശിശിരകാലം, മൺസൂൺ കാലം എന്നിവയാണ് ആ ഒരു 4 ഋതുഭേദങ്ങൾ. അപ്പോൾ എന്നാൽ ഈ ഒരു ഋതുഭേദങ്ങളിൽ അടുത്ത കാലത്ത് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടല്ല നമ്മുടെ ഓരോ കാലങ്ങളും സംഭവിക്കേണ്ടത്. മഴ പെയ്യുന്ന പ്രോപ്പറായിട്ട് മഴ കിട്ടേണ്ട ഒരു സമയത്ത് ഇരിക്കില്ല മഴ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ ചൂട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തിന് മുൻപായിട്ടോ അല്ലെങ്കിൽ ചൂട് ലേറ്റായിട്ടോ അങ്ങനെയൊക്കെ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അങ്ങനെ മൊത്തത്തിലുള്ള ക്ലൈമറ്റ് ചേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ആഗോള താപന നിലയിലുള്ള ഈ ഒരു വ്യതിയാന ഫലമായിട്ടാണ് ഈ ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ ആഗോള താപന നിലയിലുള്ള വർധനവ് ആഗോള കാലാവസ്ഥയിൽ ഗൗരവമേറിയ അനന്തരഫലം ഉളവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദശകങ്ങളിൽ ഉണ്ടായിട്ടുള്ള നഗരവൽക്കരണം, ഈ ഒരു ഗ്ലോബലൈസേഷനും അതുപോലെ ജനസംഖ്യാ വർധനവ് മുതലായ അന്തരീക്ഷ മലിനീകരണത്തിനൊക്കെ കാരണമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മനുഷ്യരുടെ തന്നെ പ്രവർത്തന ഫലമായിട്ടാണ് നമ്മൾ ഈ ഒരു അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ക്ലോറോഫ്ലോറോ കാർബണിൻ്റെയും CFC മറ്റ് വിഷലിപ്തമായിട്ടുള്ള വാതകങ്ങളുടെയും ഒക്കെ തോത് ക്രമാതീതമായി വർദ്ധിച്ചതുകൊണ്ട് തന്നെ മൊത്തത്തിലുള്ള ക്ലൈമറ്റിന് നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൗരോർജ്ജത്തിൻ്റെ 75% ഭൂമിയുടെ ഉപരിതലം ആഗിരണം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫലമായി താപനില വർദ്ധിക്കുന്നു. അവശേഷിക്കുന്ന താപം അന്തരീക്ഷത്തിലേക്ക് തന്നെ പ്രതിഫലിക്കുന്നു. അന്തരീക്ഷ മലിനീകരണം മൂലം പ്രതിഫലിച്ച താപം ഗ്രീൻ ഹൗസ് അഥവാ ഹരിത കവചത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നു, GHGs. അപ്പോൾ ഇവയിലൊക്കെ എന്താണ് മുഖ്യമായും കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മുടെ ഭൂമിയുടെ ആ ഒരു ഉപരിതലത്തിലും അതുപോലെ താപനില വർദ്ധിപ്പിക്കുന്നതിനൊക്കെ കാരണമാവുന്നുണ്ട്. ഈ ഒരു ഐക്യരാഷ്ട്ര സംഘടനയുടെയൊക്കെ നേതൃത്വത്തിൽ നിരവധി രാജ്യങ്ങൾ GHGs വാതകം കുറയ്ക്കുന്നതിന് ശ്രമിച്ചു വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലെ എന്താണ് ജനസംഖ്യയിൽ 70% കാർഷിക മേഖലയിൽ പണി ചെയ്യുന്നവരാണ്. ഈ ഒരു കാലാവസ്ഥയിൽ വരുന്ന ഏത് മാറ്റവും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ അനന്തരഫലം ഉളവാക്കുന്നതാണ്. നമുക്ക് ഈ ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇപ്പോൾ ഇന്ത്യയുടെ ഒരു മെയിനായിട്ടുള്ളൊരു ഇൻകം അല്ലെങ്കിൽ ആ ഒരു സോഴ്സ് എന്ന് പറയുന്നത് അധിക പേരും കർഷകരാണ്. ആ ഒരു കർഷകർക്കൊക്കെ എന്താണ് വളരെയധികം നാശനഷ്ടങ്ങൾ വരും. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ കൃഷി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പ്രതീക്ഷിക്കാതെ വരുന്ന മഴയൊക്കെ എന്താണ് നല്ല രീതിയിൽ കൃഷി നാശം സംഭവിക്കാൻ കാരണമാകാറുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്താണ് നമുക്ക് എക്കണോമിക്കലി ഒക്കെ എന്താണ് എഫക്റ്റ് ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക് ഈ ഒരു അന്തരീക്ഷത്തിലും കാലാവസ്ഥയിലും വരുന്ന വ്യതിയാനങ്ങൾ. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ ഏത് മാറ്റവും എന്താണ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ തന്നെ നല്ലൊരു അനന്തരഫലം ഉളവാക്കുന്നതാണ്.
നമ്മുടെ ഭക്ഷണം, ഉത്സവങ്ങൾ, രാഷ്ട്രം എല്ലാം തന്നെ എന്താണ് ഋതുഭേദങ്ങളുടെ സംക്രമണവുമായിട്ട് അടുത്ത് ബന്ധപ്പെട്ടതാണ്. ഈ ഒരു കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ എന്താണ് മനുഷ്യജീവിതം മെച്ചപ്പെട്ടതും സുഖപ്രദവുമായിരിക്കും. കാലാവസ്ഥ മാറ്റം എന്താണ് കൃഷിയെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ ജീവിതശൈലിയും എല്ലാ രീതിയിലും ഈ ഒരു മാറ്റങ്ങൾ വരുത്തി ഈ ഒരു CFC പോലെയുള്ള വിഷലിപ്തമായിട്ടുള്ള വാതകങ്ങളുടെ തോത് കുറയ്ക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാലേ നമുക്ക് ഒരു ആഗോള താപനം ഒക്കെ എന്താണ് ആവുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഋതുഭേദങ്ങൾ. ഋതുഭേദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കാർഷിക മേഖലയെ എങ്ങനെയൊക്കെയാണ് ഈ ഒരു ഋതുഭേദങ്ങൾ സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം. ഇന്ത്യ പ്രധാനമായും ഒരു കാർഷിക രാജ്യമാണെന്ന് നമുക്കറിയാം അല്ലേ. അതുപോലെ എന്താണ് അവിടുത്തെ ജനങ്ങളുടെ പ്രധാന സാമ്പത്തിക പ്രവർത്തനമായിട്ട് കൃഷി ഒരു ഋതു സംക്രമണത്തെ ആശ്രയിച്ചിട്ടാണ്. മൺസൂൺ കാലവർഷത്തിൻ്റെ മുന്നോടിയായിട്ടാണ് ഖാരിഫ് വിളകൾ തുടങ്ങുന്നത്. വിളവെടുക്കുന്നത് മൺസൂൺ കാലവർഷത്തിന് ശേഷവുമാണ്. ശൈത്യകാലത്താണ് റാബി വിള ഇറക്കുന്നത്. അപ്പോൾ സെയ്ത വിളകളാകട്ടെ ശൈത്യകാലത്തിൻ്റെ അവസാനത്തിലും. അപ്പോൾ വെള്ളപ്പൊക്കവും വരൾച്ചയും രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഓരോ കൃഷിക്കും ഓരോ കാലങ്ങളുമായിട്ടും കണക്ഷൻസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ഒരു കാലത്താണ് മൺസൂൺ കാലവർഷത്തിലാണ് നമ്മൾ ഖാരിഫ് വിളകൾ കൃഷി ചെയ്യുക. അതുപോലെ തന്നെ ശൈത്യകാലത്താണ് റാബി വിളകൾ കൃഷി ചെയ്യുക. അപ്പോൾ അതിനൊക്കെ ഓരോ ക്ലൈമറ്റുമായിട്ട് നല്ല ബന്ധമുണ്ട്. ആ ഒരു ഋതു സംക്രമണത്തെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. നല്ല വിള കിട്ടുന്ന കാലവർഷവും കാലാവസ്ഥയും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടേ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താണ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ശൈത്യകാലത്തിൻ്റെ അവസാനത്തിൽ നമുക്കുണ്ടാകുന്ന ഈ ഒരു വെള്ളപ്പൊക്കവും വരൾച്ചയൊക്കെ എന്താണ് നമ്മുടെ മൊത്തത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള വളർച്ചയൊക്കെ തടസ്സപ്പെടും, കൃഷിനാശം സംഭവിക്കും. അതൊക്കെ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഋതുഭേദങ്ങൾക്ക് ആ ഒരു കൃഷിയിലുള്ളൊരു ഇൻഫ്ലുവൻസ് വളരെ അധികമാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഒക്ടോബർ ഹീറ്റാണ്. ഒക്ടോബർ ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒക്ടോബർ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഒക്ടോബർ മാസത്തിൽ കാണപ്പെടുന്ന ഒരു താപനിലയാണ് ഒക്ടോബർ ഹീറ്റ്. ഉയർന്ന താപനിലയും അന്തരീക്ഷത്തിലെ ഈർപ്പവും മൂലം ഉത്തരേന്ത്യയിൽ സമതല പ്രദേശങ്ങളിൽ കാലാവസ്ഥ കൂടുതൽ മർദ്ദകമായി മാറുന്നു. അപ്പോൾ ഇതിനെയാണ് സാധാരണമായിട്ട് ഒക്ടോബർ താപം അഥവാ ഒക്ടോബർ ഹീറ്റ് എന്ന് വിളിക്കുന്നത്. അതിനെന്താണ് ഭയങ്കര ഉയർന്ന താപനിലയും അതുപോലെ അന്തരീക്ഷത്തിലെ ഈർപ്പവും മൂലം ഉത്തരേന്ത്യൻ സമതല പ്രദേശങ്ങളിൽ കാലാവസ്ഥ കൂടുതൽ എന്താണ് ചൂട് കൂടുന്നതും മർദ്ദകമായിട്ട് മാറുന്നുണ്ട്. ആ ഒരു സാധാരണമായിട്ടുള്ള ഈ ഒരു അവസ്ഥയാണ് ഒക്ടോബർ താപം അഥവാ ഒക്ടോബർ ഹീറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇത്രയാണ് കവർ ചെയ്തിട്ടുണ്ടായത്. അപ്പം നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഒന്നാമത് നമ്മൾ ആ ഒരു ബേസിക് ആയിട്ട് ആ ഗ്ലോബിൻ്റെയും ആ ഒരു ഭൂപടത്തിൻ്റെ പിക്ചറൊക്കെ നോക്കിയിട്ട് ഇന്ത്യയുടെ സ്ഥാനവും അതുപോലെ ദക്ഷിണേന്ത്യയിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ 3 സമുദ്രങ്ങളും ചുറ്റപ്പെട്ടതാണ്, അതിൽ വരുന്ന ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെയാണ്, അതുപോലെ നമുക്ക് ലഭിക്കുന്ന മഴയുടെ തോത് എങ്ങനെയൊക്കെയാണ്, കാലവർഷം നമ്മളിലോട്ട് എത്തുന്നത്, അതുപോലെ കാറ്റിൻ്റെ പല ഉയർന്ന മർദ്ദങ്ങൾ, കാറ്റിൻ്റെ പല വേർഷൻസ് ഉണ്ട്. ആ കാറ്റ് ഏതൊക്കെ, കടൽക്കാറ്റ്, കരക്കാറ്റ്, അതൊക്കെ എന്തൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭൂമധ്യരേഖ കടന്നു പോകുന്ന പ്രദേശങ്ങളായിട്ടുള്ള ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, മഹാരാഷ്ട്രങ്ങൾ, ഇവിടെയൊക്കെ ഈ ഒരു സംസ്ഥാനങ്ങളൊക്കെ വളരെ ചൂട് കൂടുതലായിരിക്കും. പിന്നെ ദക്ഷിണ ഭാഗത്ത് എപ്പോഴും എന്താണ് ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് ഉണ്ടാവുക. പിന്നെന്താണ് നമ്മൾ പറയുന്നത്, ചൂടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉത്തരായന രേഖയുടെ മുകളിലുള്ള പ്രദേശത്ത് ചൂടും കാണും തണുപ്പും കാണും. അവിടെ എന്താണ് മിതോഷ്ണ മേഖല എന്നാണ് അവിടെ പറയാമെന്ന് പറഞ്ഞു. പിന്നെ ചൂടുണ്ടാവാൻ കാരണം എന്താണ്, സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് അടുത്തായിട്ട് വരുന്നതിനാലാണ് നമുക്ക് ചൂട് കൂടുതൽ അനുഭവപ്പെടുന്നത് ചില സംസ്ഥാനങ്ങളിൽ. തണുപ്പുണ്ടാവാൻ കാരണം എന്താണ്, ഹിമാലയം ഉള്ളതുകൊണ്ടാണ് നമുക്ക് തണുപ്പ് അനുഭവപ്പെടുന്നത്. ഇന്ത്യയുടെ ഉത്തരഭാഗത്ത് ഈ ഒരു ലഡാക്ക്, ജമ്മു ആൻഡ് കാശ്മീർ, ഉത്തരാഖണ്ഡ്, ഡൽഹി, ഉത്തർപ്രദേശ്, ഇവിടെയൊക്കെയാണ് എന്താണ് ചൂടും ഉണ്ടാവും തണുപ്പും ഉണ്ടാവുന്ന ഒരു കാലാവസ്ഥ. പിന്നെ ദക്ഷിണ ഭാഗത്തിൻ്റെ പ്രത്യേകത എന്താണ്, നമ്മളൊക്കെ തമിഴ്നാട്, കർണാടക, കേരളം, അവിടെയൊക്കെ എന്താണ് ഇവിടെ ചൂട് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് അവിടെ ഒരു ഉഷ്ണമേഖലാ പ്രദേശം ആയതുകൊണ്ട് അവിടെ നമുക്ക് തണുപ്പ് അധികം അനുഭവപ്പെട്ടില്ല. അപ്പോൾ ആ ഒരു പ്രദേശത്തെ കാലാവസ്ഥയായിരിക്കും ഉണ്ടാവുക. പിന്നെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ദൂരമൊക്കെ പറഞ്ഞു. ഇന്ത്യയുടെ സൗത്ത് ഭാഗം നമ്മൾ പറഞ്ഞു 3 വശവും സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ടതുകൊണ്ട് അവിടെ എന്താണ് കൂടുതൽ ചൂടും കൂടുതൽ തണുപ്പും അനുഭവപ്പെടാത്തൊരു കാലാവസ്ഥയാണ് അവിടെ നമുക്ക് അനുഭവപ്പെടുക. പിന്നെ നമ്മൾ ജെറ്റ് സ്ട്രീം പറഞ്ഞു. ഇന്ത്യയിൽ കാണപ്പെടുന്ന ജെറ്റ് സ്ട്രീം എന്താണ്, ഭൂമിയുടെ കറക്കം, സൂര്യപ്രകാശം, ഇതെല്ലാം കൊണ്ട് രൂപപ്പെടുന്ന ഒന്നാണ് ജെറ്റ് സ്ട്രീം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇന്ത്യയിൽ ധാരാളം മഴ ലഭിക്കും. പിന്നെ നമ്മൾ ഒക്ടോബർ ഹീറ്റ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ചെറിയ ടേംസ് ആയിട്ട് ചെറിയ ഷോർട്ട് ആൻസർ ആയിട്ടൊക്കെ എഴുതാനുണ്ടാവും, ഒക്ടോബർ ഹീറ്റ്, ജെറ്റ് സ്ട്രീം ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ.
ഓക്കെ, അപ്പോൾ എത്രയൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കവർ ചെയ്യാനുള്ളൂ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.